പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നമുക്കായി തീരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്തു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 29 വാക്യം. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ, ഏത് സമയത്തും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, വേണ്ടുന്നതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് പലരും നമ്മെ വാക്കിൽ കൂടി ആശ്വസിപ്പിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ആപത്ത് കാലത്ത് അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ഈ വാക്ക് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിച്ച വ്യക്തിയെ പിന്നീട് കാണുവാൻ സാധ്യമാകുകയില്ല. മർക്കോസ് സുവിശേഷം 14:27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതായത് ഞാനിപ്പോൾ വായിക്കുന്നു. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. ഒരു നാളും എല്ലാവരും തള്ളിപ്പറയും, ഞാൻ ഒരു നാൾ ഇടറുകയില്ല. നോക്കൂ, ആ പറയുന്ന പത്രോസ്. പക്ഷെ യേശുവിനറിയാം ആര് എപ്പോൾ ഏത് കാര്യം പറയുമ്പോൾ മാറിക്കളയും അല്ലെങ്കിൽ തള്ളിക്കളയുമെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യരുടെ വാക്കുകൾ വ്യർത്ഥവാക്കുകളായി തീരുവാൻ കാരണമാകാറുണ്ട്. 14:30 വാക്യത്തിൽ പറയാണ്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്നു ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ, പലപ്പോഴും മനുഷ്യർ വാക്കുകൾ പറഞ്ഞ് മാറിപ്പോകുവാൻ, അതായത് അത് മാറ്റി പറയുവാൻ അല്ലെങ്കിൽ ഇടയാകാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന കർത്താപ്പച്ചൻ പത്രോസിനോട് പറയുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ, നോക്കൂ പ്രിയ മക്കളെ, സമയസഹിതം പറയുകയാണ്, ഈ രാത്രിയിൽ ഇന്ന് തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പലപ്പോഴും പ്രിയ മക്കളെ, ഹല്ലേലൂയ, കോഴിയൊക്കെ സാമ്യപ്പെടുത്തി പറയുമ്പോൾ നോക്കെ അതായത് സംസാരശേഷി ഇല്ലാത്ത ആ പക്ഷിയെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കർത്താപ്പച്ചൻ എത്ര മാത്രമാണ് നമ്മെ ഓരോരുത്തരെയും കരുതി ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ. പ്രിയ, നോക്ക്, സാഹചര്യം വരുമ്പോൾ എല്ലാവരും മാറിക്കളയും. സ്വന്തം പ്രാണനെ മാത്രമേ ഓരോരുത്തരും രക്ഷിക്കുവാൻ നോക്കിയുള്ളൂ. ഹല്ലേലൂയ. സാഹചര്യം അനുസരിച്ച് വാക്കുകൾ മാറ്റി പറയുന്നവരാണ് ഓരോരുത്തരും. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് 14:66 മുതൽ 72 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് താഴെ നടുമുറ്റത്ത് ഇരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാലിക്കാരത്തികൾ ഒരുത്തി വന്ന് പത്രോസ് തീ കായുന്നത് കണ്ട് അവനെ നോക്കി, നീയും ആ നസ്രയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നില്ല എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി. ആ ബാലിക്കാരത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട്, ഇവൻ ആ കൂട്ടത്തിൽ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട്, നീ ആ കൂട്ടരിൽ ഉള്ളവർ സത്യം ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി 2ാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ.
സുവിശേഷങ്ങളിലെല്ലാം ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. പത്രോസ് യേശു പറഞ്ഞ വാക്കോർത്ത് ഹല്ലേലൂയ വിചാരിച്ച് കരയുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, നാമും ഇതുപോലെയാണ്. പിന്നീട് അതിനെക്കുറിച്ച് വിചാരിച്ച് കരയും. എനിക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ അവർക്ക് നേരത്തെ വാക്ക് പറഞ്ഞത് ഹല്ലേലൂയ അത് പാലിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് തക്ക സമയത്ത് ഞാൻ ഹല്ലേലൂയ അവരെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും നമുക്കും ഈ അനുഭവം കടന്നു വരാറുണ്ട്. പ്രിയ മക്കളെ, നോക്കും, വിചാരിച്ച് കരയണമെങ്കിൽ നമ്മിൽ കുറ്റബോധം തോന്നിയെങ്കിൽ മാത്രമേ വിചാരിച്ച് കരയുവാൻ സാധിക്കുള്ളൂ. യേശുവിനോട് കൂടെ നടന്ന് ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് ഓർത്തു കരയുകയാണ്. നാം ഇടറിയാലും നമ്മോട് ഇടറാതെ നിൽക്കുന്ന നമ്മുടെ കർത്താവ് പത്രോസിനെ പിന്നീട് വിളിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:15 വാക്യം നോക്കുമ്പോൾ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയ മക്കളെ, നോക്കൂ, തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് യേശുവിനെ കൈവിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം ക്ഷമിക്കുന്ന നല്ല അപ്പച്ചൻ നമുക്ക് ഹല്ലേലൂയ കൂടെയുണ്ട്. നോക്കൂ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ അപ്പച്ചനെ ഹല്ലേലൂയ ദ്രോഹിക്കുവോ, ഹല്ലേലൂയ തള്ളിപ്പറയുവോ, ഇടറുകയോ എന്ത് ചെയ്താലും അപ്പച്ചൻ പിന്നെയും നമ്മെ ചേർത്തണക്കി ഹല്ലേലൂയ മാറിയിരുന്ന് ഓർത്ത് കരഞ്ഞ് പത്രോസ് മറുപടി പറയാണ്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ അപ്പച്ചനോട് നമ്മൾ പ്രിയമുള്ളവരായി തീരണം. ഹല്ലേലൂയ. 3 പ്രാവശ്യം പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നുവെന്ന് പിന്നീട് പറയുകയാണ് പത്രോസ്. ഹല്ലേലൂയ. നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നു. നമ്മൾ പലപ്പോഴും കർത്താപ്പച്ചൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പല വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഭാരപ്പെട്ടപ്പോൾ നമ്മൾ പിറുപിറുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും നമ്മെ മാറോടണയ്ക്കുന്ന അപ്പച്ചൻ സമയം അറിയുന്ന പത്രോസിനെ യേശുവിനെ നന്നായി അറിയാമായിരുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ നമ്മെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മെ ഒരു നാളും കൈവിടാത്ത, നമ്മെ ഹല്ലേലൂയ കാത്തു പരിപാലിക്കുന്ന, ആവശ്യം അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ. നോക്കൂ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:9 നമുക്ക് കാണാൻ സാധിക്കും. അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന നല്ലൊരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യം അറിഞ്ഞ് ഹല്ലേലൂയ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന നമ്മുടെ അപ്പച്ചൻ്റെ കരങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ ഇടറിയാലും നമ്മോട് കൂടെ നിൽക്കുന്ന അപ്പച്ചൻ, നമ്മൾ തള്ളിപ്പറഞ്ഞാലും നമ്മെ ചേർത്തണയ്ക്കുന്ന അപ്പച്ചൻ്റെ മാറോട് ചേർന്ന് ഹല്ലേലൂയ നമുക്കായിത്തീര. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, സങ്കീർത്തനങ്ങൾ 118:8-9 വാക്യങ്ങൾ നോക്കുമ്പോൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ആശ്രയം ഹല്ലേലൂയ സഹായം വരുന്ന യഹോവയെങ്കിൽ മാത്രമായിരിക്കണം. മനുഷ്യർ നമ്മൾ തള്ളിപ്പറയും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ അവരൊക്കെ തള്ളിപ്പറയാൻ കാരണം, എങ്കിലും നമ്മുടെ കർത്താപ്പച്ചനും നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മെ തള്ളിപ്പറയുകയില്ല. നമ്മെ ഹല്ലേലൂയ കാത്തു പരിപാലിച്ച് ആവശ്യങ്ങളനുസരിച്ച് കരങ്ങളിൽ കാത്ത് നമ്മളെ താങ്ങി നടത്തുന്ന അപ്പച്ചനാണ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. തള്ളിക്കളയാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കായിത്തീരാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ താഴ്ത്താം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.